നമസ്കാരം. 2024 എന്ന പുതുവർഷത്തിലേക്ക് ഏവരും പ്രവേശിക്കുകയാണ്. ഈ 2024 പ്രവേശിക്കുമ്പോഴും പല ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ചില ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് പുതുതായി കടന്ന് വരികയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ 2024 അത് നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക, മുൻകൂട്ടി അറിയുക പ്രയാസകരം തന്നെയാകുന്നു. എന്നാൽ തൊടുകുറിയിലൂടെ അത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. ആദ്യത്തെ ചിത്രം പശുക്കിടാവിനോടൊപ്പമുള്ള ഉണ്ണിക്കണ്ണന്റെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രമാകുന്നു. നന്ദി ഭഗവാനോടൊപ്പമുള്ള പരമശിവന്റെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനായി ഏവരും ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഇഷ്ടദേവത ആരാണോ ആ ദേവതയോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ 2024 നടക്കണം എന്ന് പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ കൂടാതെ ആ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് മനസ്സുരുകി തന്നെ ഈ സമയം പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ ഒന്നുമില്ലാതെ സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്നും പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മുൻപ് ആദ്യം ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ മന്ത്രം, ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പറയാം. പശുക്കിടാവിനോടൊപ്പമുള്ള ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉണ്ണിക്കണ്ണന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആത്മീയപരമായി നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എന്നാണ് ഫലമായി പറയുന്നത്. ഈശ്വരാധീനം, ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അത് നിങ്ങൾക്ക് പലപ്പോഴും പ്രകടമായിട്ടുള്ള കാര്യം തന്നെയാകുന്നു. പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ പലപ്പോഴും പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അത് വിജയത്തിൽ എത്തണം എന്നില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭഗവാന്റെ കടാക്ഷത്താൽ 2024 നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതലായി നിങ്ങൾ ഇടപെടുന്നവരാകുന്നു. അത് സുഹൃത്തുക്കളുടെ കാര്യങ്ങളാകാം. എന്നാൽ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുന്നതിനോടൊപ്പം സ്വന്തം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ നൽകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. സമൂഹത്തിൽ ഉന്നത നിലയിൽ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഓർത്തിരിക്കുക. പങ്കാളിയുമായി നിങ്ങൾക്ക് കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങൾ, ബന്ധം കൂടുതൽ ദൃഢമാകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഊഷ്മളമാകാം. തർക്കങ്ങൾ വന്നാൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആവശ്യമായി തന്നെ ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നിറവേറപ്പെടുന്നതാകുന്നു. ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. മുന്നേറ്റം ജീവിതത്തിൽ 2024 ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെയധികം മുന്നേറ്റം നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ദയ, കാരുണ്യം എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും മറ്റുള്ളവരോട് അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ വളരെ അനുകൂലമായി തന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. കൂടെയുള്ളവരെ ഒപ്പം നിർത്തുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട്. അത് 2024 നിങ്ങൾക്ക് തുടരുവാൻ, നിലനിർത്തുവാൻ സാധിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ മനസ്സ് കീഴ്പ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അഥവാ കീഴടക്കുവാൻ സാധിക്കും.
അത് നിങ്ങളുടെ പ്രവൃത്തിയാലും നിങ്ങളുടെ സംസാരത്താലുമാകാം. അത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങളാണ് സംഭവിക്കുക. കൂടാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നർമ്മത്തോടെ സംസാരിക്കുവാനും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവാനും സാധ്യത കൂടുതലാകുന്നു. സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ചില വ്യക്തികളെ പരിചയപ്പെടുവാനും അതുവഴി സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ ആ ആഗ്രഹങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ വിജയത്തിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പല ശ്രമങ്ങളും നിങ്ങൾ നടത്തിയിട്ടുള്ളവരാകുന്നു, പക്ഷേ വിജയം കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷേ 2024 എന്ന ഈ പുതുവർഷത്തിൽ ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങൾക്ക് ഉള്ളതിനാൽ നിങ്ങൾക്ക് ആ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം. പക്ഷേ 2 മാസത്തോളം കാലയളവ് അത് നടക്കുവാനായി വേണ്ടിവരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സമയം തന്നെയാകുന്നു. ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ശ്രമങ്ങൾ നടത്തുക. തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നതും കൂടാതെ ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുവാനും തടസ്സങ്ങൾ അകലുവാനും സഹായകരമാകും. ഭഗവാന് തുളസിമാല ചാർത്താനും മറക്കാതിരിക്കുക. നന്ദി ഭഗവാനോടൊപ്പമുള്ള പരമശിവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വലിയ വിജയങ്ങൾ തന്നെ 2024 നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും എന്ന കാര്യവും ഓർക്കുക. ഭാഗ്യം ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്ന അവസരമാണ് ഇത്. അത്ഭുതങ്ങൾ തന്നെ, അഥവാ അത്ഭുതകരമായ മാറ്റങ്ങൾ, അത്ഭുതകരമായ വളർച്ച പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത് നിങ്ങളുടെ വിദ്യയുമായി ബന്ധപ്പെട്ടാകാം, തൊഴിലുമായി ബന്ധപ്പെട്ടാകാം, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ അത്ഭുതകരമായ വളർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് 2024. മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങളുടെ പ്രവൃത്തിയാലും അതേപോലെ തന്നെ നിങ്ങളുടെ സംസാരത്താലും മറ്റുള്ളവരെ നിങ്ങൾക്ക് സ്വാധീനിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് 2024 തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ബുദ്ധിപരമായി ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിലൊരു കഴിവ് നിങ്ങളിലുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഒരു മേഖലയിൽ തന്നെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. വിദേശത്തേക്ക് പോകണം എന്ന ചിന്താഗതി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വന്നിട്ടുള്ളവരാകുന്നു. എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. സ്നേഹിച്ചാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ നിങ്ങൾക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാകുന്നു. ചതികൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വളരെയധികം ദുഃഖങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക. പരമശിവന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരത്തിൽ വന്നു ചേരുന്ന അബദ്ധങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് എന്നതാണ് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത. പലപ്പോഴും വാക്ക് പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കഠിനമായ ശ്രമങ്ങൾ തന്നെ നിങ്ങൾ നടത്തുന്നവരാകുന്നു. എന്നാൽ ഇവരെക്കുറിച്ച് മറ്റുള്ളവർക്ക് വളരെയധികം വിശ്വാസമുണ്ട്. അത് പെട്ടെന്ന് മാറ്റുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മാറ്റുവാനും വളരെ പ്രയാസം തന്നെയാകുന്നു. അതിനാൽ ആ കാര്യം നേടണം എന്ന ചിന്താഗതി ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. നിരവധിയാർന്ന ആഗ്രഹങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാം. ആ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. പക്ഷേ വിജയം കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ആ ആഗ്രഹങ്ങൾ ഇന്നും ബാലികേറാമലയായി നിൽക്കുന്നു എന്നതാണ് വാസ്തവം.
അത്രമേൽ ആഗ്രഹിച്ച് നടക്കാത്തതിൻ്റെ വിഷമം നിങ്ങളിലുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഭഗവാന്റെ കടാക്ഷത്താൽ അത് നടക്കും എന്ന് തന്നെയാണ് ഫലം. അതിനായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് ആഗ്രഹ സാഫല്യമാകും എന്ന് തന്നെ പറയാം. അതിനാൽ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുക. ഭഗവാനെ വിസ്മരിക്കാതെ നിങ്ങൾ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് തീർച്ചയായും ആ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുക. നടക്കുക തന്നെ ചെയ്യും. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരും അവരുടെ അനുഗ്രഹം ഉള്ളവരുമാണ് നിങ്ങൾ. അതും നിങ്ങളുടെ വിജയത്തിൻ്റെ പ്രധാന ഘടകമായി മാറും. അറിവ് നേടുവാൻ ആഗ്രഹമുള്ളവരും അറിവ് നേടുന്നവരുമാണ് നിങ്ങൾ. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും പല വ്യക്തികൾക്കും നിങ്ങൾ സഹായം നൽകുന്നവരാകുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സഹായിച്ചവർ പോലും നിങ്ങളെ മറക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ 2024 ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന തിരിച്ചറിവോടെ പ്രവർത്തിക്കേണ്ടതാകുന്നു. കൂടെ നിന്ന് ചതിക്കുന്നവരെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കേണ്ടതാകുന്നു. ഭഗവാന്റെ കൃപാകടാക്ഷം ഉള്ളതിനാൽ തീർച്ചയായും അത് സാധിക്കുക തന്നെ ചെയ്യും.